ഇന്ന് ഞാനൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു സാധാരണ ചമ്മന്തിപ്പൊടിയല്ല, ഒരു നോൺ വെജ് ചമ്മന്തിപ്പൊടിയാണ്. വളരെ രുചികരമായ ചിക്കൻ ചമ്മന്തിപ്പൊടി. ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ്. അങ്ങനെ കൊടുത്തുവിടുന്നവരാണെങ്കിൽ ഇത് ഒന്നോടെ ഡ്രൈ ആക്കി വേണം കൊടുത്തുവിടാനായിട്ട്. വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാം. 250 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ ചെറുതാക്കി നോക്കി വെച്ചിരിക്കുന്നത്, കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. 1.5 കപ്പ് തേങ്ങാ ചിരവിയത്, ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള വറ്റൽമുളകാണ്. ഒരു 10 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി അല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക്. ഇത് ഞാൻ മുഴുവനോടെ എടുത്തതേ ഉള്ളൂ. പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൽ താഴെ എടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം. ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. മുളക് ഉള്ളി എല്ലാം ഒന്ന് വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വറക്കാനായതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് കൃത്യ അളവൊന്നുമില്ല. ആദ്യം മുളകൊന്ന് വറക്കാം. ഇത് കരിഞ്ഞു പോകരുത്. തീ നല്ലവണ്ണം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. മുളകിൻ്റെ കളറൊന്ന് മാറി കിട്ടണം, ഇത്രയും മതി. മുളക് നല്ലവണ്ണം ചൂടായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിലേക്ക് ചുവന്നുള്ളി ഒന്ന് വറുത്തെടുക്കണം. ഞാൻ അരിഞ്ഞിട്ടില്ല. ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. എല്ലാം തീ കുറച്ച് വെച്ച് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. ഈ ആദ്യം അല്പം ഒന്ന് കൂട്ടി കൊടുക്കണം. എണ്ണ പോരെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരല്പം എണ്ണയും കൂടെ ചേർക്കുവാണ്. ഇപ്പം ചിക്കൻ നമ്മളൊരു കുറച്ച് നേരം ഒന്ന് വഴറ്റി അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോൺലെസ് ആയതുകൊണ്ട് ഇതിന് മറ്റേ ചിക്കൻ വേവുന്നത് പോലെ ഒത്തിരി വേവൊന്നുമില്ല. ഒരു തീ കുറച്ചിട്ട് ഒരു 2-3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിക്കൻ ഒന്ന് നോക്കാവേ. ചിക്കൻ്റെ വെന്തിട്ടുണ്ട്, മുറിഞ്ഞു പോരുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഞാനിപ്പം ഈ പാനിലേക്ക് തന്നെയാണ് തേങ്ങായും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നത്. അതിലേക്ക് കുരുമുളകും കൂടെ ചേർക്കാം.
പൊടിയാണെങ്കിൽ ഇപ്പം ചേർക്കരുത്, ലാസ്റ്റേ ചേർക്കാവുള്ളൂ. തീ ഒന്ന് കൂട്ടി വെക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. നന്നായിട്ട് മൂത്ത് കിട്ടണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ അത് വെള്ളമയം മുഴുവൻ മാറി കിട്ടണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുവാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈയെടുക്കാതെ ഇളക്കണം. പിന്നെ തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് വറുത്തെടുത്തത്. തേങ്ങ കരിയരുത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാ കൂട്ടവും ചൂടാറിയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചമ്മന്തിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണ്ടേ. അതിനാദ്യമേ ചിക്കൻ അതിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചേർക്കാം. ഇതാദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ച് അങ്ങനെ എടുക്കുക. ഇതേ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും, വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതൊന്ന് നോക്കാവേ. ഇപ്പം എല്ലാം കൂടെ ചേർത്തൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എനിക്കിപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഉപ്പ് പോരായ്കയുണ്ടെങ്കിൽ അത് ചേർത്ത് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്, കേട്ടോ. ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ്. അങ്ങനെ കൊടുത്തുവിടുന്നവരാണെങ്കിൽ ഇത് ഒന്നോടെ ഡ്രൈ ആക്കി വേണം കൊടുത്തുവിടാനായിട്ട്. ഇത് എങ്ങനെയാണ് ഇത് ഡ്രൈ ആക്കുന്നതെന്ന് വെച്ചാൽ, വീണ്ടും പാത്രം അടുപ്പിൽ വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ ചെറു തീയിൽ വെച്ച് ഈ ചമ്മന്തി അതിലേക്ക് ചേർത്തിട്ട് എണ്ണയൊന്നും ചേർക്കേണ്ട, ഒന്നോടെ ഒന്ന് ഡ്രൈ ആക്കി കൊടുത്തു വിട്ടാൽ മതി. വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന നല്ല കിടിലൻ രുചിയിലുള്ള ചിക്കൻ ചമ്മന്തിപ്പൊടി റെഡിയായി. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടി. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.